ഞങ്ങൾ ഇപ്രാവശ്യം നിലമ്പൂർക്ക് പോയത് ഒരു കല്യാണം കൂടാനായിരുന്നേ. അപ്പോൾ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഫ്രണ്ടിന് 2 മക്കളുണ്ട്, അവർക്ക് ഡ്രസ്സ് മേടിക്കണം. അപ്പോൾ ഓൺ ദ വേ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഓൺ ദ വേയിൽ ഞങ്ങളൊരു ട്രെൻഡ്സ് കണ്ട് നിർത്തിയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു. നിയർലി ഒരു 3000 റേഞ്ച് ആയി 2 കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ. അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് 3500 രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ 3500 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ 3500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ശേഷം പിന്നെ വീണ്ടും ഞങ്ങളെ 3500 രൂപയ്ക്ക് ഞങ്ങൾ വീണ്ടും ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ട് അത് ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കവർ ചെയ്ത് നമ്മൾ നേരെ നിലമ്പൂർക്ക് പോവുകയാണ് കേട്ടോ. അതിൽ കുറച്ച് സമയമൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്തു, ചെറിയ രീതിയിൽ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേറെ ടെറൈനിൽ കൂടെ ഓടിക്കുമ്പോഴാണ്, അത് നമ്മുടെ യൂഷ്വൽ പാത്ത് വേ അല്ലാണ്ട് ഓടിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ ഒരു ചെറിയ ഗ്ലാൻസ് ആണ്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ടീക്ക് മ്യൂസിയം നിലമ്പൂർ കാണാൻ പോയി. ശരിക്കും ടീക്ക് മ്യൂസിയം നിലമ്പൂർ ഒരു 1 ഡേ ആക്ടിവിറ്റി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. 1 ഡേ അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ. കാരണം അവിടെ നന്നായിട്ട് ഒരു മ്യൂസിയം ഉണ്ട്, തേക്ക് മരങ്ങളുടെ കുറേ ഫർണിച്ചേഴ്സും അല്ലെങ്കിൽ അത് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു മ്യൂസിയം ഉണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കിൽ നല്ല വലിയൊരു പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും വരുന്നത് ബട്ടർഫ്ലൈ പാർക്ക്, ഓർക്കിഡ് ഗാർഡൻ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഔഷധ സസ്യങ്ങളുടെ, പിന്നെ കുറേ ലാൻഡ്സ്കേപ്പ്, ഇങ്ങനെ ലോൺ പോലെ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ യാത്രയൊക്കെ ചെയ്ത് കല്യാണമൊക്കെ കൂടി സദ്യയൊക്കെ കഴിച്ച് ടയേർഡായിട്ടിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ച് വരേണ്ടി വന്നു. അതുകൊണ്ട് മാത്രം ഞങ്ങൾ അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹാഫ് ഡേ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ടിക്കറ്റ് കോസ്റ്റ് ഉണ്ട് 50 രൂപയാണ് തോന്നുന്നു എനിക്ക്. പക്ഷെ എന്നാലും അത് വർത്താണ്. നമുക്ക് ഒരുപാട് നേരം, ഒരു 4 hours എന്തായാലും നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ദൂരം നടന്നാലും തീരാത്തത്രയുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇതാണ് അതിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ലേ കുറേ നടക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളുടെ പാർക്കാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ലൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല റഷും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ പീസ്ഫുൾ, അവിടെ ആ ഒരു തിരക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ പീസ്ഫുള്ളാണ് കേട്ടോ. ഈ നടക്കുന്ന ഏരിയയൊക്കെ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ടെത്തി. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, KTTCയുടെ റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള ഏറ്റവും ഫ്രണ്ടിൽ കുറച്ച് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെയാണ് കേട്ടോ. അത് വളരെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇത്.